ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഞാനൊരു ചെറിയ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയാണ്. പലപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്, എന്നാൽ അതിനുള്ള സമയങ്ങളും സന്ദർഭങ്ങളും ഒന്നും കിട്ടിയില്ല. എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു സാക്ഷ്യവുമായി കടന്നു വരികയാണ്. ഇത് എൻ്റെ മോളുടെ സാക്ഷ്യമാണ്. അവളോട് പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ അമ്മ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, അത് മതിയെന്ന് പറയും. അതായത് 2022 ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പാലവിള എന്ന പാലവിള ദേശത്ത് താമസിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് മോള് നിൽക്കുക. ഡിഗ്രി കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസമോ 1.5 മാസമോ വീട്ടിലിരുന്നിങ്ങനെ പലപ്പോഴും കരയും. എനിക്ക് പഠിക്കാൻ ഇനി മുന്നോട്ട് പോകാൻ 5 പൈസയും ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി എന്തോ ആവും. അമ്മയും അപ്പനും 10-22 ലക്ഷം രൂപയുടെ വീടൊക്കെ വിറ്റ് അനാഥർക്കും കൊടുത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കെല്ലാം നോക്കി എനിക്കിനി പഠിക്കാൻ വേറൊരു 5 പൈസ പോലും ഇല്ല. എന്നോട് അവളിങ്ങനെ പറയാം, അമ്മ അത് വിറ്റ സമയത്ത് 1 ലക്ഷം രൂപ എൻ്റെ പേരിൽ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ എൻ്റെ പേരിലിട്ടിരുന്നെങ്കിൽ എനിക്കിന്ന് എടുത്തുകൊണ്ട് പോയി പഠിക്കാമായിരുന്നു, UK പോകാമായിരുന്നു. അങ്ങനെ UK പോകാനായിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് ഓരോ ദിവസവും ഇരിക്കും. അപ്പം ഞാൻ സുവിശേഷം പറയാനായിട്ട് ഇറങ്ങിപ്പോവും. ഞങ്ങൾക്കന്ന് വലിയ സാമ്പത്തികമൊന്നുമില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് സീറോയായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയും, മോളെ നിൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയും. അപ്പം ഞാൻ അത് ഉറച്ച വിശ്വാസത്തോടെ പറയുന്നത്, ദൈവം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വചനവും ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല വിശ്വാസം ദൈവത്തിലുണ്ട്. കാരണം ഞാൻ വലിയൊരു രോഗിയായിരുന്നു. അതിൽ നിന്നെല്ലാം എന്നെ ദൈവം വിടുവിച്ചു. ഒരു രോഗമൊന്നുമല്ല, ആമവാദം, അനാഫിലിസിസ്, ഷുഗർ, പിന്നെന്തുവാ 4 രോഗങ്ങളാണ്, ഫാറ്റി ലിവർ, ഇതെല്ലാം കൊണ്ട് ഞാൻ നടക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കിടന്ന ഭാഗത്തുനിന്ന് എന്നെ രോഗക്കിടക്ക മാറ്റി വിരിച്ചിട്ട് എന്നെ ദൈവം വിളിച്ചിറക്കി സുവിശേഷത്തിന് വിട്ടതാണ്. ഓരോ വീടുകൾ കയറി സുവിശേഷം പറയും. എനിക്ക് 2 വീലർ ഉണ്ടായിട്ട് ഞാനിങ്ങനെ ഓരോ ദേശത്ത് ഇറങ്ങിപ്പോകും, പലർക്കും ട്രാക്റ്റ് കൊടുക്കും. വലിയ ഒരു പ്രാസംഗികയൊന്നും അല്ലെങ്കിലും സുവിശേഷത്തെ ഞാൻ ഏറ്റവും കൂടുതൽ മാനിച്ചൊരു വ്യക്തിയാണ്. ദൈവവേല സന്തോഷത്തോടെ ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. അതിൽ ഹസ്ബൻഡിന് അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യവും പാപത്തെക്കുറിച്ച് ചിന്തിച്ച് പാപത്തെ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അതിനെയെല്ലാം ഇടിച്ച് നിരത്തി കർത്താവ് വേറെ റൂട്ട് എന്നെ തിരിച്ചു വിട്ടതുകൊണ്ട് ഞാനിങ്ങനെ പോകും. അപ്പോൾ UK പോകണമെന്നും പറഞ്ഞുകൊണ്ട് എന്നും കരയും. അപ്പോൾ UK പോകാൻ 25 ലക്ഷം രൂപ വേണം. അതിനുവേണ്ടി ഓരോരുത്തരുടെയും പേര് എനിക്ക് പരിചയമുള്ള ഓരോ ചേച്ചിമാർ, ഓരോ ആൻറ്റിമാർ ഒക്കെ പേരെഴുതി വെച്ച്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ലിസി ആൻറ്റി ഉണ്ട്. ആ ലിസി ആൻറ്റിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും, ആൻറ്റി എനിക്ക് 2 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്, അത് ഞാൻ എഴുതി ആൻറ്റിയുടെ പേരിൽ തരാം, ഒരു 3 ലക്ഷം രൂപ എനിക്ക് തരണേ എന്ന് പറയും. ആൻറ്റി പറഞ്ഞു, ഓ ഞങ്ങൾ വലിയ ഫ്രണ്ട്സാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ എന്നെ അറിയുന്ന ഒരു ആൻറ്റിയാണ്. അപ്പം ആൻറ്റി പറയും, അതിനെന്താ മക്കളെ, നമുക്ക് നോക്കാം. അങ്ങനെ ആൻറ്റിയുടെ പേരിൽ വസ്തു എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് എഴുതി വെക്കുന്നത് വളരെ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്ത് ഞാനൊരു സാക്ഷ്യമായി പറയുകയാണ്. എഴുതി വെക്കുന്നത്, എൻ്റെ ഒരു കാറ്, 5 ലക്ഷം രൂപയുടെ കാറ് CC അടയ്ക്കാൻ ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. ആ ആൾ CC അടച്ചില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ CC അടയ്ക്കാതെ വീണ്ടും കിടന്നപ്പോഴത്തേന് അത് പിന്നെ ആ കാറിൻ്റെ കമ്പനിക്കാർ വന്നിട്ട് അത് അറ്റാച്ച് ചെയ്യുമെന്നുള്ള പേടി വന്നിട്ട് ഞാൻ ലിസിയാൻറ്റിയുടെ പേരിൽ എഴുതി വെച്ചു. അപ്പോൾ എന്തായാലും എഴുതി 3 ലക്ഷം രൂപ ഇവക്കും എടുക്കാം എങ്ങനെയാണെന്നും പറഞ്ഞ് എഴുതി. ആൻറ്റി തരാമെന്നും പറഞ്ഞു, ആൻറ്റിയുടെ മനസ്സനുസരിച്ച് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും നടന്നില്ല, അതൊന്നും എഴുതേണ്ടി വന്നില്ല. അപ്പം ഞാൻ എപ്പോഴും വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവൾ പറയും, കരയുക, ബൈബിളിൽ കണ്ണുനീരിങ്ങനെ വീഴും. അവളുടെ ബൈബിളാണ് കണ്ടത്. ഇതിനകത്ത് എപ്പോഴും ബൈബിളിൽ കണ്ണുനീര് വീഴും. പക്ഷേ ഇതിനകത്ത് 3 കാര്യം അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യം ജോലിയുടെ ആയിരിക്കും, അങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് ഇത് കേട്ട് അങ്ങ് തല പെരുക്കും. UK പോകണമെന്ന് പറയും. അപ്പോൾ എനിക്ക് പേടിയാണ്, വെളിയിലോട്ട് പോകുന്ന പെൺപിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ ഓരോ വീഡിയോസൊക്കെ കാണുമ്പം ആരും വിടരുത്, മാതാപിതാക്കളെ, നിങ്ങൾ UK വിടുന്ന മക്കളുടെ മാതാപിതാക്കളെ ഇത് കേൾക്കുവിന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പീഡനത്തെക്കുറിച്ചും അവർ ചെന്ന് കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ട് ഞാൻ ഭയന്നിരിക്കുന്ന ഒരാളാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, അന്ന് ഞങ്ങൾ വേലയൊക്കെ നിർത്തിയിട്ട്, ദൈവവേലയൊക്കെ നിർത്തി. പിന്നെ കൊറോണ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടി. മാസ്ക് തയ്ച്ചിട്ട്, എനിക്ക് തയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് മാസ്ക് തയ്ച്ച് ഞാനും മോളും കൂടെ ഓരോരോ മെഡിക്കൽ സ്റ്റോറുകളിൽ കൊടുത്തിട്ട്, ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കൊറോണയുടെ ഏറ്റവും മൂർച്ഛന്ന അവസ്ഥയിൽ അന്ന് കുറച്ച് അനാഥരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മമാർ 7-8-10 അമ്മമാരും ഉണ്ട്. അവരെ എല്ലാം പോറ്റുന്നത് ആ മാസ്ക് തയ്ച്ചു കൊടുത്തിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം. അങ്ങനെ ഞാൻ പറഞ്ഞ് വരുമ്പോഴെല്ലാം എനിക്ക് കേട്ട് അങ്ങ് തല പെരുത്ത്. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് ഒരു ദിവസം ഇതിൻ്റെ തുകയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശാന്ത മോണിക്ക എന്ന് പറയുന്ന ഒരു കൊല്ലത്തൊരു കുട്ടികളെ വിടുന്ന ഒരു സ്ഥലമുണ്ട്. അത് പേര് കേട്ട ഒരു സ്ഥാപനം. അവിടെ കടന്നു ചെന്നു. അപ്പം ഞാൻ പുറകെ ചെല്ലുമ്പോൾ എനിക്ക് മലയാളമേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഇവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മലയാളം എനിക്കറിയത്തുള്ളൂ, അത് മലയാളത്തിൽ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവളിപ്പുറത്തോട്ട് മാറിയിരുന്നു. അപ്പോൾ എല്ലാ കാര്യവും എൻ്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞു തന്നു. ഇത്ര രൂപ വേണം, ഇത്ര രൂപ നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കണം. ഇതൊക്കെ കേട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവള് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നടക്കുന്ന കാര്യമല്ല, 25 ലക്ഷമൊന്നും നമുക്കെടുത്തിടാൻ, ആകെ നമ്മൾ വിചാരിച്ച ഒരു 3-4 ലക്ഷം രൂപ എവിടുന്നേലും കിട്ടും. അങ്ങനെ വളരെ നിരാശയോടെ അയാൾ കടന്നു വന്ന് വീണ്ടും പ്രശ്നങ്ങൾ പറഞ്ഞ് കരയും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാനൊരു ദിവസം ഇത് കേട്ട് തല പെരുത്തിട്ട് ഞാൻ പറഞ്ഞു, കഥ ഇങ്ങനെ വലിച്ചടച്ചിട്ട് ഞാൻ പറഞ്ഞു, എടീ, കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. കർത്താവ് വിചാരിച്ചാൽ നിന്നെ ഒരു രാജ്യത്തല്ല, നിന്നെ UK കൊണ്ടുവന്ന് 100 രാജ്യത്ത് കൊണ്ടുപോകും. ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു. ഞാനൊരു അത്ര വലിയ ഇതായിട്ടൊന്നുമല്ല പറഞ്ഞത്. ഞാനിങ്ങനെ അവൾ കരഞ്ഞത് കണ്ടുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവളിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ടിനു ജോർജ് പാസ്റ്റർ അടുത്തോട്ട് കടന്നു പോകുന്ന സമയമാണ്. പാസ്റ്റർ അടുത്ത് ചെന്ന് ആരാധനയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാസ്പോർട്ട് എടുക്കാനായിട്ട് ഇതിനു വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾ പാസ്പോർട്ട് എടുക്കാനായിട്ട് ഇരുന്ന സമയത്ത് ലിസിയാൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് പിറ്റേന്ന് പ്രാർത്ഥനയൊക്കെ വെക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 13,000 ശിഷ്ടം രൂപയും ഒരു കൊച്ചു മാലയും എല്ലാം എടുത്ത് പണയം വെച്ച് പാസ്പോർട്ട് എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുങ്ങുന്ന പൈസ കൊണ്ട് തലേന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടുന്നാ എങ്ങനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. വണ്ടിക്കകത്തിട്ടെന്ന് മോള് പറയുന്നു. അവളുടെ കയ്യിൽ ഞാൻ കൊടുത്തു. അവളുടെ കയ്യിൽ കൊടുത്ത സമയത്ത് അവൾ പറയുന്നു, വണ്ടിക്കകത്തുനിന്ന് ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ വീട്ടിൽ പലരും വരുന്നവരുണ്ട്, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിട്ട് പലരും വരുന്നവരുണ്ട്. നമ്മൾ ആരെയും സംശയിക്കാൻ പാടില്ലല്ലോ. എങ്ങനെയോ നഷ്ടപ്പെട്ടു. 10-25,000 10-20,000 രൂപ അതിനകത്ത് ഉണ്ടായിരുന്നു, സ്വർണ്ണം ഉൾപ്പെടെ പോയി. പിറ്റേന്ന് പ്രാർത്ഥനയും. ഞാൻ മടുത്തില്ല. പ്രിയമക്കളെ, നിങ്ങളാണെങ്കിൽ അത് അത്രയും പൈസ പോകുമ്പോൾ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമോ? അപ്പോഴും ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ദൈവം ഇതെല്ലാം നടത്തും. ഇത് കൊണ്ടുപോയത് പിശാച് കൊണ്ടുപോയതാ. അപ്പോൾ ഈ പിശാച് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ പിശാച് നമ്മുടെ വാ കൊണ്ട് പറഞ്ഞുകൂടാ. എങ്കിൽ തന്നെ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നതെല്ലാം പിശാചിൻ്റെ ജോലിയാണ്, ദുഷ്ടത്തരം. അങ്ങനെ കൊണ്ടുചെന്ന എങ്ങനെയോ പോയി, അത് കിട്ടിയില്ല. അവസാനം പ്രാർത്ഥന മുടക്കിയില്ല, ഞാൻ പ്രാർത്ഥന നടത്തി. അങ്ങനെ ഞങ്ങളൊരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് കാണാൻ പോയിട്ട് ഞാനും ലിസിയാൻ്റെയും കാറിനകത്ത് വരുമ്പോൾ എനിക്കൊരു കോള് വരുന്ന എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മ കരുനാഗപ്പള്ളി വരെ വാ. ഞാനങ്ങനെ കരുനാഗപ്പള്ളി ചെന്നപ്പോൾ 4,000 രൂപ എൻ്റെ കയ്യിൽ തരുന്ന അന്ന് എനിക്ക് കിട്ടി. ഞാൻ പ്രാർത്ഥന നടത്തി, ലിസിയാൻ്റിയുടെ കയ്യിൽ നിന്നും കൂടെ കടം വാങ്ങി ഞാൻ നടത്തി. പക്ഷെ അവിടെ ഞാൻ മടുത്തു പോയില്ല. കർത്താവ് പറയുന്നു, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിപ്പി. നിങ്ങൾക്ക് എന്ത് പ്രതികൂലം വന്നാലും മടുത്തു പോകരുത്. നിലവിളിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ പ്രിയ മക്കളെ, നമ്മൾ ഭയപ്പെടാതെ മുന്നോട്ട് ചുവട് വെച്ച കാല് മുന്നോട്ട് തന്നെ വെക്കുക, പുറകോട്ട് എടുക്കരുത്, അവിശ്വാസം കാണിക്കരുത്. അങ്ങനെ നടന്ന് ആ സമയത്തിരിക്കുമ്പോൾ പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ ചെന്നപ്പോഴത്തേന് അവിടെ പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഹൃദയം കലങ്ങിയും പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന ഇന്ന് ആരെങ്കിലും പാസ്പോർട്ട് കൊണ്ടുവന്നവർ എഴുന്നേറ്റ് പാസ്പോർട്ട് കൈ പിടിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പാസ്പോർട്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോള് ചുമ്മാ കൈ പിടിച്ചെന്ന് ആ വിശ്വാസത്തോടു കൂടി അങ്ങ് എഴുന്നേക്ക്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, കണ്ണൊക്കെ തുറിച്ച് വെച്ചിങ്ങനെ നോക്കി. അത്ര വിശ്വാസമൊന്നും ഇല്ലല്ലോ, അവർക്കൊന്നും അത്ര വിശ്വാസമില്ല. ഞാൻ വലിയ പൊങ്ങച്ചൊന്നുമല്ല പറയാം, എൻ്റെ മക്കൾക്കൊന്നും അത്ര വിശ്വാസമൊന്നുമില്ല. അന്ന് അത്ര വിശ്വാസമില്ല ഉള്ളിൽ. എൻ്റെ ഹസ്ബൻഡിനും അത്ര വിശ്വാസമില്ല. ഒരു പാസ്റ്റർ ആയിട്ട് പോലും അത്ര വിശ്വാസമൊന്നുമില്ല. കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങളോട് വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. അപ്പം ആ വിശ്വാസം അതോടെ ഇങ്ങനെ നോക്കി. മണിച്ചിത്രത്താഴിലെ ശോഭന നോക്കും പോലാണ് നോക്കിയത്. കണ്ണൊക്കെ തുറിച്ച്, ഐലൈനറൊക്കെ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ നോക്കിയപ്പം ഞാൻ പറഞ്ഞു, നീ വിശ്വാസത്തോടെ കൈ അങ്ങ് പോക്ക്. എന്തായാലും വിശ്വാസത്തോടെ കൈ പൊക്കി. അങ്ങനെ പാസ്റ്റർ പറഞ്ഞ്, ഇന്ന് ഭവനത്തിൽ വീട്ടിൽ ചെല്ലുമ്പോൾ
നിങ്ങൾ ഒരു അത്ഭുതം കാണും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വിശ്വാസത്തോടെ കൈപൊക്കി അങ്ങനെ വീട്ടിൽ കയറി വന്നപ്പോഴത്തേനും എന്തായാലും അതിനു മുമ്പ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഒരു ഇൻ്റർവ്യൂവിന് കടന്നുപോയ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കണമോ? ഞങ്ങളുടെ കാറ് കൊണ്ടുപോയ ആളുടെ 55,000 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം 2 ലക്ഷം അടയ്ക്കണം. അതൊരു 55,000 രൂപ. അയാളൊരു കള്ളനാ. പലരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് പല കേസുകളിലും കുടുങ്ങി കിടക്കുന്ന പൂച്ചക്കട നിയാസ് കരുനാഗപ്പള്ളിയിലുള്ള ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ രാവിലെ രാത്രിയിലും ഒക്കെ കയറി ഇറങ്ങി ഈ കാറിന് അടയ്ക്കാൻ 55,000 രൂപ എനിക്ക് തന്ന. ആരുടെ പൈസയാണ്? ഈ കള്ളത്തരം കാണിച്ച മനുഷ്യൻ്റെ പൈസയാണ് എൻ്റെ കയ്യിൽ തന്നത്. ഈ 55,000 രൂപ എൻ്റെ പെട്ടിക്കകത്ത് കൊണ്ടുവച്ചിട്ട് 3 മാസത്തോളം ആവുന്നു. ബാക്കി തന്നാലേ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ പൈസ എടുത്തിട്ടില്ല. അപ്പോഴാണ് ഇൻ്റർവ്യൂ കടന്നു വരുന്നത്, ഈ ഖത്തറിൻ്റെ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പഠിക്കണമല്ലോ. അപ്പോൾ എയർ ഹോസ്റ്റസിന് പോകാൻ പഠിക്കണമെങ്കിൽ, ഏവിയേഷന് പഠിക്കണമെങ്കിൽ ഇവിടെ 3.5-4 ലക്ഷം രൂപയൊക്കെ ഇവിടെ ആവും. അങ്ങനെ എന്തായാലും ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, നാവ് കൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇവളെ കാണുമ്പോൾ ഞാൻ പറയും നീ മോഡലിങ്ങിന് പോടി. എന്നിട്ട് ഞാൻ പറയുമായിരുന്നു നീ എയർ ഹോസ്റ്റസ് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു വനിതയുടെ കവറിൻ്റെ മണ്ടയിൽ ഇങ്ങനെ എയർ ഹോസ്റ്റസിൻ്റെ പടമൊക്കെ കാണുമ്പോൾ ഇത് ഫ്ലൈറ്റിനകത്തെ എന്നൊരു ഊഹമേ ഉള്ളൂ. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ചുമ്മാ പറഞ്ഞതാണ്. എന്തായാലും പറഞ്ഞു ഇൻ്റർവ്യൂവിന് കടന്നുപോയി ഈ കള്ളൻ്റെ പൈസ എടുത്തുകൊണ്ട്, പെട്ടിയിലിരുന്ന പൈസ എടുത്തുകൊണ്ട് ഞാൻ കടന്നുപോയി. ആ മനുഷ്യനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിയാസേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകും, അതുകൊണ്ട് ഈ പൈസ ഞാൻ എടുത്തുകൊണ്ട് പോവുക, എനിക്ക് തിരിച്ചടയ്ക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്നാൽ കർത്താവ് അതിനെല്ലാം ഓരോ വഴികൾ, ഓരോ റൂട്ടുകൾ തിരിച്ചുവിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. പാവം സുജാത എന്ന് പറയുന്നൊരു സിനിമ കാണുന്നവർക്കറിയാം. ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത അമ്മയും ഇംഗ്ലീഷ് അറിയാവുന്ന മകളും, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൻ്റെ പിന്നാലെ ഞാനിങ്ങനെ കടന്നു പോകും. അപ്പോൾ ഹോട്ടലിലൊക്കെ ചെന്ന് അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല, വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. അവിടെ ഇവർ കടന്ന് ചെല്ലുന്നത് ഞങ്ങൾ പട്ടിണി ഇരുന്ന്, 2 ദിവസമൊക്കെ ഞങ്ങൾ പട്ടിണി ഇരുന്ന്. ഞങ്ങളുടെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല, അവിടെ റൂം എടുക്കുന്നതിനൊക്കെ ഒരുപാട് പൈസ. ഈ 55,000 രൂപ കൊണ്ടുപോയത് പോലും തികഞ്ഞില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്ന സമയം, ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ് ഞങ്ങളിങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് എടുക്കുന്നത് ഇടയ്ക്ക് പൈസയും നഷ്ടപ്പെട്ടു. പിന്നെ എന്തായാലും പാസ്പോർട്ടൊക്കെ എടുത്ത് കയ്യിലിരിക്കുന്ന സമയത്താണ് ടിനുപ്പാസ് സഭയിലിൻ്റെ ഇടയ്ക്ക് ഞാൻ തിരിഞ്ഞുപോയി പറഞ്ഞത്, മുമ്പേ ഉള്ളത് പിറകിലായിപ്പോയി. അപ്പം ടിനുപ്പാസ് പറഞ്ഞ് ഇന്ന് വിദേശത്തേക്ക് പോകാൻ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ വിശ്വാസത്തോടെ എന്തായാലും അവൾ നോട്ടമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ്, ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അതായത് ഒരത്ഭുതം നടക്കും, പിന്നെ പോകാൻ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസത്തോടെ ഞാൻ വിശ്വസിച്ച്, അപ്പം അത് വേണ്ടെന്നും പറഞ്ഞ് കളഞ്ഞ് 1 മാസമായി ഇതിൻ്റെ സംഭവം, അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ വന്നപ്പം ഇവൾ വെറുതെ വന്നിട്ടിങ്ങനെ ഖത്തറിൽ നിന്നൊരു ഗോൾഡൻ കോൾ വരണം, ഇതിന് സെലക്ഷൻ ആവണമെങ്കിൽ. അങ്ങനെ ഖത്തറിൽ നിന്നൊരു ഗോൾഡൻ കോൾ വന്നെങ്കിലേ നമുക്കവിടെ സെലക്ഷനായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഈ ഗോൾഡൻ കോൾ വന്ന സമയത്ത് പടി ഇങ്ങോട്ട് കയറിയപ്പോൾ 2 മണിക്ക് ഇത്ര മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. കയറി വെറുതെ ഒന്ന് മൊബൈൽ നോക്കിയപ്പം അവൾ വിശ്വാസത്തോടൊന്നും അല്ല നോക്കിയത്. ഞാൻ പക്ഷെ അവിടെ മുതൽ വിശ്വാസത്തോടെ വന്നു. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. ദൈവം പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കടന്നു വന്നപ്പം പറഞ്ഞു, അമ്മ ഖത്തറിൽ നിന്നൊരു ഗോൾഡൻ കോൾ വന്ന് കിടക്കുന്നു, എനിക്ക് ഖത്തറിലേക്ക് പോകാൻ. പഠിച്ചിട്ടൊന്നും അല്ല പോയത്, ഏവിയേഷൻ പഠിച്ചില്ല, ട്രെയിനിങ്ങും എല്ലാം അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയ മക്കളെ, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ, കർത്താവ് പറയുന്നു നിൻ്റെ വിശ്വാസം, അതായത് പിന്നെ കനാന്യ സ്ത്രീ മേശയ്ക്കരികിൽ യേശു കർത്താവിൻ്റെ അടുത്ത് പലവട്ടവും ചെന്ന് എൻ്റെ കുഞ്ഞിന് വയ്യ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ എന്ന് യാചിച്ചപ്പോഴും ശിഷ്യന്മാർ പറഞ്ഞു അവൾ വന്ന് കിടന്ന് കരയുന്നു, അവൾ വന്ന് ഇങ്ങനെ കരയുന്നെന്ന് യേശുവിനോട് പറഞ്ഞപ്പം യേശു അവളോടൊരു മറുപടി പറഞ്ഞ്, നല്ല ഇത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുമോ, മക്കൾ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗത്ത് ഈ സ്ത്രീ പറയുന്നുണ്ട്, കർത്താവേ, മേശയ്ക്ക് മേളിൽ നിന്ന് താഴെ വീഴുന്ന ആ അപ്പക്കഷ്ണവും നായ്ക്കുഞ്ഞുങ്ങൾ കഴിക്കുന്നല്ലോ എന്ന് പറയുന്നത്. അപ്പം അവളുടെ വിശ്വാസം കണ്ട്, അപ്പം ആ യേശു കർത്താവ് പറഞ്ഞ് നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അവളുടെ തലമുറ രക്ഷപ്പെട്ട് ജീവിച്ച്, അവളുടെ മകൾക്ക് ജീവൻ വെച്ച്. അങ്ങനെ വിശ്വസിക്കണം. ഞാൻ അങ്ങനെ എൻ്റെ മകൾക്ക് വിശ്വാസമില്ലെങ്കിലും എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ലെങ്കിലും ഒറ്റയ്ക്ക് വിശ്വസിക്കുന്ന ഒരാളാണ്, ഒറ്റയ്ക്ക് വിശ്വസിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ നിനക്ക് കഴിയാത്തതൊന്നുമില്ല. ഖത്തറിൽ നിന്ന് കോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് സന്തോഷിച്ച്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞതാ, ദൈവം ഒരു വാക്ക് പറഞ്ഞതാ, ഒരു വാക്ക് മതി
എനിക്കത് മതിയേ, ഒരു വാക്കു മതി, ഞങ്ങൾക്കത് മതിയേ. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി കർത്താവ്. അങ്ങനെ തിരിച്ച് കയറി വന്നപ്പോഴത്തേനും ഉടനെ തന്നെ 3 ദിവസം പോകാൻ, വീണ്ടും പോകാൻ 3 ദിവസം. 5 പൈസ കയ്യിലില്ല, ഒരു പൈസയും കയ്യിലില്ല. പലയിടത്തു നിന്നും പല വീടുകളിൽ നിന്നും പോയി സ്വർണങ്ങളൊക്കെ വാങ്ങി പണയം വെച്ച് അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ വേറൊരു രാജ്യം. അപ്പം ഞങ്ങൾ ഉപവസിച്ച് 3 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ ആ വചനം കിട്ടിയതാ, എനിക്ക് വചനം കിട്ടിയതാ. ഞാൻ ലിസിയാൻ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ പടി ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എസ്തേറിനെ വസ്തിയെ മാറ്റിയിട്ട് എസ്തേറിനെ തിരഞ്ഞെടുക്കുമെന്ന്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എൻ്റെ മോൾക്ക്. വസ്തിയെ മാറ്റിയിട്ട് 3000 പിള്ളേരായിരുന്നു അവിടെ. 3000 പിള്ളേരിലാണ് 156 എടുത്തത്. 56ാമത്തെ കൊച്ചാണ് എൻ്റെ മോളെ തിരഞ്ഞെടുത്തത്. 5 പൈസയാണ്. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവം, ശൂന്യമായതിനെ ഉളവാക്കുന്ന ദൈവം, കുനിഞ്ഞവനെ നിവർത്തുന്ന ദൈവം, വളഞ്ഞതിനെ ചൊവ്വയാക്കുന്ന ദൈവം. അങ്ങനെ എൻ്റെ വിശ്വാസം, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, കനാന്യ സ്ത്രീയുടെ വിശ്വാസം പോലെയാണ് നമ്മുടെ തലമുറകൾക്ക് ഭവിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതാണ് നമ്മുടെ ഭവനത്ത് നടക്കുന്നത്. നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതാണ് തലമുറകളിൽ നടക്കുന്നത്. നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതാണ് നിൻ്റെ ഭവനത്ത് നടക്കുന്നത്. മനസ്സിലായോ? ഞാൻ അനുഭവ സാക്ഷ്യമാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ പെട്ടെന്നല്ല, ശരിയാ 1.5 ലക്ഷം രൂപയ്ക്കകത്തോളം ആയി. തലമുടി നോക്കണം, മാനിക്യൂർ, പെഡിക്യൂർ, ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതിനൊന്നും പൈസ ഇല്ലായിരുന്നു. എല്ലാം കർത്താവ് ഇല്ലാത്തതിനെ ഉളവാക്കി എനിക്ക് ആ സമയങ്ങളിൽ തന്നു. കടന്നു വന്ന് ഇറങ്ങിയ സമയം, ഇൻ്റർവ്യൂവിന് കടന്നു വന്ന് ആ ഇൻ്റർവ്യൂ നാൾ മുതൽ പിന്നെ ഇവിടെ വരുമ്പോൾ ഇത്ര ദിവസത്തെ ഇത്ര മാസത്തെ ട്രെയിനി ഉണ്ട്. ആ ട്രെയിനിയോട് കൂടി ഇങ്ങോട്ട് സാമ്പത്തികം കിട്ടി. അത് പഠിക്കാനിടയായി തീർന്ന്, ആ പഠിക്കാനിടയായി തീർന്നെടുത്ത് നിന്നാണ്, ആ സ്ഥലത്താണ് ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പം ദൈവം ആരാ? ദൈവം പൊട്ടനാണോ? ദൈവം ഭിക്ഷക്കാരനാണോ? ദൈവം ആർക്കെങ്കിലും കടക്കാരനാണോ? അല്ല. അപ്പം അതാണ് കനാന്യ സ്ത്രീയുടെ വിശ്വാസം. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് പലവട്ടം വന്ന് കരഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അവൾ കിടന്ന് കരയുന്നു. അപ്പം കർത്താവിന് മനസ്സിലായി അവളുടെ വിശ്വാസം എത്ര ഉണ്ടെന്ന് പരീക്ഷിച്ചേത് കനാന്യ സ്ത്രീയെ പരീക്ഷിച്ച്. അപ്പം എന്നെ കേൾക്കുന്ന, അങ്ങനെ ഇവിടെ കടന്നു വരുവാനും ജോലി ചെയ്യുവാനും, ഇന്നിവിടെ ജോലിയിലിരുന്ന് അതിൽ നിന്ന് സാലറി വാങ്ങി, ആ സാലറി വാങ്ങിയെടുത്ത് എനിക്കും കടന്നു വരാൻ ദൈവം ഒരുക്കി. അപ്പം ദൈവത്തിന് വല്ലതിനും, മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവം ആ ബുദ്ധിമുട്ടുകളെ മാറ്റുന്ന ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മൾ എന്ത് വിതയ്ക്കുന്നോ, നമ്മൾ എന്ത് വിശ്വാസത്തിൽ വിതയ്ക്കുന്നോ അതേ നമ്മൾ കൊയ്യത്തുള്ളൂ. നമ്മൾ ആ വിതയ്ക്കുന്നത് എന്താണോ, നീ നന്മയാണോ വിതയ്ക്കുന്നത്, നന്മ കൊയ്യും. തിന്മയാണോ വിതയ്ക്കുന്നത്, തിന്മ കൊള്ളും. നീ അവിശ്വാസമാണോ വിതയ്ക്കുന്നത്, അവിശ്വാസമേ നീ കൊയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, എല്ലാവരോടും ഞാൻ പറയുന്നത്, കനാന്യ സ്ത്രീയുടെ വിശ്വാസം പോലൊരു വിശ്വാസം നിന്നിലുണ്ടായാൽ നിൻ്റെ ഭവനം രക്ഷപ്പെടും, നിൻ്റെ തലമുറ രക്ഷപ്പെടും. നീ എന്ത് വിചാരിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കും. അപ്പം കർത്താവിൻ്റെ ഈ വചനവും എൻ്റെ ഈ സാക്ഷ്യവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോ കാണുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യവുമായി വരുന്നതായിരിക്കും. ഇതെൻ്റെ സാക്ഷ്യങ്ങളാണ്, അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഓക്കെ, ബൈ. ദൈവത്തിന് മഹത്വം.